മുരാരി തന്ത്രി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. മുരാരി ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ആരും കരുതേണ്ട. നമ്മുടെ നാട്ടിൽ ഉടനീളം പല പേരിൽ പല രീതികളിൽ മുരാരിമാരുണ്ട്. സ്വന്തം ഭാവി പോലും പ്രവചിക്കാൻ കഴിയാത്ത ഇവരൊക്കെ നാട്ടിലെ സകലരുടെയും ഭാവിയും ഭൂതവും പ്രവചിച്ച് ആയിരങ്ങളും ലക്ഷങ്ങളും സമ്പാദിക്കുന്നു. വിദ്യാഭ്യാസം കുറവുള്ള സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്നവരാണ് ഈ അന്ധവിശ്വാസത്തിൽ പെട്ടുപോകുന്നത് എന്ന് ആരും കരുതേണ്ട. ഉന്നത വിദ്യാഭ്യാസവും ഉന്നത പദവിയും അലങ്കരിക്കുന്നവരുമൊക്കെ ഇതിൻ്റെ ഇരകൾ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരംഗത്തിനോ അംഗങ്ങൾക്കോ തുടരെ അസുഖങ്ങളോ അനിഷ്ടങ്ങളോ വ്യതകളോ ഉണ്ടായാൽ സ്വാഭാവികമായും നമ്മൾ പറയും കഷ്ടകാലം പിടിപെട്ടെന്ന്. ഈ കഷ്ടകാല കഥ നമ്മൾ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു മുരാരി പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ അയാളെ ഒന്ന് കണ്ടു നോക്കാമെന്നാവും. കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ആ വാക്കുകളിൽ വീണു പോകുന്നത്. കുടുംബദോഷം മുതൽ കൂടോത്രം വരെ കാരണമായി അവർ പറയും. ഇതിനൊക്കെ 1000 മുതൽ ലക്ഷങ്ങൾ വരെ ഒഴിപ്പിക്കൽ ചിലവായും ഫീസായും വാങ്ങും. വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വന്തം സമയദോഷം മാറ്റാൻ പറ്റാത്ത മുരാരിമാരാണ് നാട്ടിലുള്ളവരുടെ ദോഷം മാറ്റുന്നത്. ഇനി കൊല്ലത്തെ മുരാരി കേസ് എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരംഗത്തിന് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുക, നമുക്ക് കാണാൻ കഴിയാത്ത ചിലതൊക്കെ കാണുക, മരിച്ചു പോയവരെ കാണുക, അവരോട് സംസാരിക്കുക, ദൈവങ്ങളെ കാണുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ ആദ്യം കരുതുക അവർക്ക് ദൈവം കൂടിയെന്നോ ബാധ കൂടിയെന്നോ പ്രേതം കയറിയെന്നോ ഒക്കെ തന്നെയാകും. ഇത് ഹാലൂസിനേഷൻ്റെ ആണെന്നോ മനോരോഗത്തിൻ്റെയും മാനസികാരോഗ്യത്തിൻ്റെയും പ്രശ്നമാണിതെന്നോ മനസ്സിലാക്കാതെ മന്ത്രവും തന്ത്രവും ഒക്കെ തന്നെയാവും പരീക്ഷിക്കാൻ ശ്രമിക്കുക. കൊല്ലത്തെ കുട്ടിക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. കുട്ടിക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കേണ്ട സമയത്ത് അവർ കള്ളൻ മുരാരിയുടെ സഹായമാണ് തേടിയത്. ഫലമോ ജീവിതകാലം മുഴുവൻ ഇനി ഈ ട്രോമയുടെ തീവ്രയാതനയും കൂടി ആ കുട്ടിക്ക് അനുഭവിക്കേണ്ട ഗതികേടുണ്ടാക്കി. ഇത് പുറത്തു വന്ന ഒരു സംഭവം മാത്രം. എത്രയോ സംഭവങ്ങൾ പുറത്ത് വരാതെ ഇരിക്കുന്നു. സർവമായ സിനിമയിലെ പയ്യന് ബാധ ഒഴിപ്പിച്ച സീനൊക്കെ കണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് വെറും കെട്ടുകഥ മാത്രമാണ്. സിനിമ വിനോദത്തിന് മാത്രമാണെന്നുള്ളത് ദയവായി വിശ്വസിക്കുക. ഡെലൂഷനും ഹാലൂസിനേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉറപ്പായും നിങ്ങൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. അല്ലാതെ മുരാരിയുടെ ചൂരൽ പ്രയോഗത്തിലും ഭസ്മമേറിലും മുട്ടപ്രയോഗത്തിലും മിഥ്യാധാരണയും മിഥ്യാഭ്രമവും ഒന്നും ഒഴിഞ്ഞു പോകില്ല. അതിന് വിദഗ്ധ ചികിത്സ തന്നെ വേണം. ഒരിക്കലും മുരാരിമാരുടെ തെറാപ്പിക്ക് അടിമപ്പെടരുത്. ജാഗ്രത കാണിക്കുക.